സോ നമുക്ക് ഇന്ന് നമ്മുടെ ഹിമാലയൻ 450യുടെ ഓയിൽ ലെവൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. റൈറ്റ് സൈഡ് എൻജിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ രണ്ട് ലെവലുണ്ട്. ഒന്ന് താഴെയുള്ളത് മിനിമം ലെവലും മേലെയുള്ളത് മാക്സിമം ലെവലും. നമ്മുടെ ഓയിൽ എപ്പോഴും ഒരു രണ്ടിൻ്റെയും ഒരു മിഡിലായിട്ട് ഉണ്ടാവണം, അതാണ് കറക്റ്റ് ലെവൽ. പക്ഷേ ഇത് വെറുതെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്ക് ഓയിൽ നോക്കിയാൽ ഒന്നും കാണില്ല. അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഐഡിൽ വെക്കാം. ഒരു 5 മിനിറ്റ് ഐഡിൽ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് എൻജിൻ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം, ഓയിലൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. കണ്ടോ, നേരത്തെ കാണിച്ച പോലെയല്ല, ഓയിലൊക്കെ മേലോട്ട് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3 മിനിറ്റ്സ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സോ വണ്ടി ഐഡലിലിട്ടിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി വണ്ടി ഓഫ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഈ റീസർക്കുലേറ്റ് ചെയ്ത ഓയിലൊക്കെ ഒന്ന് താഴോട്ട് സെറ്റിലാവാൻ വെയിറ്റ് ചെയ്യണം. സോ അതിനൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. സോ വണ്ടി ആദ്യം ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓഫാക്കിയിട്ടൊരു 5 മിനിറ്റ് ഓയിലൊന്ന് സെറ്റിൽ ചെയ്യാനുള്ള ടൈം 5 മിനിറ്റ്സ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഇൻഡിക്കേറ്ററിൽ നോക്കാം. അപ്പോൾ എൻ്റെ ഓയിൽ ലെവലിൽ നിന്ന് വെച്ചത് ഈ ഒരു മാക്സിമത്തിൻ്റെയും കാട്ടി കുറച്ചും കൂടെ മേലെയാണ്. അത് കുഴപ്പമില്ല, കുറവല്ല. ഇതാണ് നമ്മുടെ മിനിമം ഇൻഡിക്കേറ്റർ. ഇവിടെ ഈ ബ്രേക്കിൻ്റെ ബാക്കിൽ ഇവിടെ ഈ ഒരു 2 ഡോട്ട് ഉണ്ടാവും, ആ സൈഡും ഉണ്ടാവും. അതാണ് മിനിമം ലെവലും, മേലെയുള്ള ഈ 2 ഡോട്ടാണ് മാക്സിമം ലെവൽ. അപ്പോൾ എൻ്റെ കറക്റ്റ് ലെവലാണ്. സോ ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ